ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ കുറച്ച് പേർക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഓരോ ഓപ്ഷൻസും കറക്റ്റായ രീതിയിൽ ചെയ്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എന്നെ ഫോൺ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത്, അതിലെങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്നത്, എനിക്ക് എങ്ങനെയാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന്. നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൗണ്ട്സ് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ഓപ്ഷൻസും കറക്റ്റായ രീതിയിൽ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത്. ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടും 100 സബ്സ്ക്രൈബർ പോലും ആയിട്ടില്ല എന്ന് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഷോർട്ട് അപ്ലോഡ് ചെയ്യേണ്ട രീതിയിൽ കറക്റ്റായ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ വ്യൂവേഴ്സിനെ ഒന്ന് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക, എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ അനലിറ്റിക്സ് എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് കുറേ യൂട്യൂബേഴ്സിന്റെ വീഡിയോസൊക്കെ ടിപ്സായിട്ട് ഞാൻ കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത്, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം എങ്ങനെയാണ് കൂട്ടേണ്ടത് എന്നതിനെ പറ്റിയെല്ലാം ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ വെറുതെയാണ്, കറക്റ്റായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണമൊന്നും ഇതിലൂടെ കൂടത്തില്ല എന്ന്. പക്ഷേ ശരിയായ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ തന്നെ ഓരോ വീഡിയോയ്ക്കും 100+ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. അതിലൂടെ തന്നെ പതുക്കെ പതുക്കെ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടി നമുക്ക് ചാനൽ ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഓൺ എക്സ്പീരിയൻസ് മാത്രമാണ്. യൂട്യൂബ് ലോങ് വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ടും ഷോർട്ട് വീഡിയോസ് ആണ് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിലൂടെ തന്നെയാണ് നമുക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കൂടുന്നത്. യൂട്യൂബിൽ നമ്മൾ എങ്ങനെയാണോ ഷോർട്സ് വീഡിയോ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത്, അതിൻ്റെതായ രീതിയിൽ നമുക്ക് വ്യൂസിൻ്റെ എണ്ണം കൂട്ടാനും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സായ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും ഓരോ ഷോർട്ട് വീഡിയോ വെച്ച് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഷോർട്സ് വീഡിയോസിന് വ്യൂസ് കിട്ടത്തുള്ളൂ. എങ്കിലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും വർദ്ധിക്കത്തുള്ളൂ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിൽ 1-2 വീഡിയോസിന് മാത്രമാണ് 1 മില്യന് താഴെ ആയിട്ടുള്ള വ്യൂസ് കിട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാത്തിനും 1000-ന് താഴെ മാത്രമേ വ്യൂസ് കിട്ടിയിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗ്രാജ്വലി മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്നും വ്യൂസിൻ്റെ കൗണ്ടും സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടും കൂടത്തുള്ളൂ. നമ്മൾ എങ്ങനെയാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് വ്യൂസിൻ്റെ എണ്ണവും സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടും കൂട്ടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നല്ല വ്യൂസ് ആദ്യമൊക്കെ നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനൊന്നും നല്ല വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് കളഞ്ഞിട്ട് പോവല്ല വേണ്ടത്, വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ യൂട്യൂബ് തന്നെ നമ്മളെ റെക്കമെൻഡ് ചെയ്യും. പക്ഷെ ചിലർക്ക് പെട്ടെന്ന് റീച്ചും സബ്സ്ക്രൈബേഴ്സും കയറുന്നത് കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഭാഗ്യമാണ്. നമ്മൾ നമ്മുടേതായ രീതിയിൽ എഫേർട്ട് ഇടുക, എന്നാൽ മാത്രമേ അതെന്തായാലും റിസൾട്ട് ഉണ്ടാവും. അപ്പം അധികം ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ടു നോക്കുക, എന്നാലേ ഓരോ ഓപ്ഷൻസ് എങ്ങനെയാണ് എന്തിനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പം നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് കാണാം. അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ചാനൽ തന്നെയാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ യൂട്യൂബ് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ ചാനലിൽ പോയിട്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്സിന് കിട്ടിയിട്ടുള്ള വ്യൂസിനെ അവിടെ കാണിച്ചു തരാം. അപ്പം എനിക്ക് കൂടുതലായിട്ടും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസ് ആണ് കാണിച്ചിരിക്കുന്നത്. അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഓരോ ഷോർട്സിൽ നിന്നും എനിക്ക് 100+ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്. അപ്പം ശരിയായ രീതിയിൽ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഷോർട്സിൽ നിന്ന് നല്ലതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും അതേപോലെ വ്യൂസും കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
അപ്പം നമുക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണോ, ഷോർട്സ് ആണോ, ലൈവ് ആണോ, അതോ പോസ്റ്റ് അപ്ലോഡ് ചെയ്യാനാണോ, അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഷോർട്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ലെഫ്റ്റ് സൈഡിലുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കിനും നമ്മുടെ ഗാലറിയിലുള്ള ഷോർട്ടായിട്ടുള്ള വീഡിയോസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ് വീണ്ടും അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. അതിൽ ഈ ഒരു വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് പ്ലേ ചെയ്ത് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിങ്ങനെ ഫുള്ളായിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ടും ബാക്കും വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എത്രത്തോളം വേണം ആ ഒരു ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഡൺ കൊടുക്കുമ്പോഴത്തേനും പ്രോസസ്സിങ് ആവും. അത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും വീഡിയോ ആഡ് ചെയ്യാവുന്നതാണ്. ആ സൈഡിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മൾ നേരത്തെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ തന്നെ നമ്മുടെ അവിടെ ഫോട്ടോസ് കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണമെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് 15 സെക്കൻഡും പിന്നെ ഒന്ന് 3 മിനിറ്റും ആണ്. വലിയ ലോങ് വീഡിയോ ആണെങ്കിൽ 3 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. അതായത് 2.59 സെക്കൻഡ്. അതിൽ കൂടുതലാണെങ്കിൽ അത് ലോങ് വീഡിയോ ആയിട്ട് മാറുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ ആ ഒരു ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ പ്ലേ ആവുന്നതാണ്. അതിൽ നമ്മൾ മുകളിലായിട്ട് ആഡ് സൗണ്ട് ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ബ്രൗസറിൽ റെക്കമെൻഡഡ് മ്യൂസിക് എന്ന് പറഞ്ഞ് കുറേ റീച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന മ്യൂസിക്സ് കാണാം. അതിന് താഴെയായിട്ട് ടോപ്പ് സൗണ്ട്സ് എന്ന് പറഞ്ഞ് കുറേ മ്യൂസിക്സ് ഉണ്ട്. അതുമാത്രമല്ല നമുക്ക് ഏത് മ്യൂസിക്കാണോ വേണ്ടത് അത് നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കുക. അതുമാത്രമല്ല നമ്മൾ ഏതെങ്കിലും മ്യൂസിക് നേരത്തെ കണ്ടപ്പോഴത്തേക്കിനും അത് ഇഷ്ടപ്പെട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ഞാനൊരു മ്യൂസിക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല നമുക്കിവിടെ മുകളിലായിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ഒരു റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിൽ തന്നെ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. യുവർ ഓഡിയോയും പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മ്യൂസിക്കുമാണ്. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓഡിയോ ആണ് കൂട്ടിയിടേണ്ടതെങ്കിലും മ്യൂസിക് ആണെങ്കിലും അങ്ങനെ കൂട്ടിയും കുറച്ചും ഇതിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഓൺ ഓഡിയോ മാത്രമാണ് വേണ്ടെങ്കിൽ നമുക്കിവിടെ മ്യൂസിക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ വീഡിയോയിൽ വരുന്ന രീതിയിലായിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് വേണമെങ്കിൽ നമുക്കത് ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവന്നിട്ട് ഡിലീറ്റ് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ വേണമെങ്കിൽ നമുക്ക് വീഡിയോയ്ക്കകത്ത് ഫിൽറ്റർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഫിൽറ്റർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്കിവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ആഡ് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അതിൽ പെൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് തംബ്നെയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ ഒരു പോർഷൻ അത് നമുക്ക് അവിടെ ഡ്രാഗ് ചെയ്ത് ഇതേപോലെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. അതിൽ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്ന ഓപ്ഷനുണ്ട്. തംബ്നെയിൽ എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല ഫിൽറ്ററും ഇതിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും വീഡിയോയ്ക്കകത്ത് വരത്തില്ല. നമ്മുടെ ഈ ഒരു തംബ്നെയിലിൽ മാത്രം, ഈ ഒരു ഫോട്ടോയിൽ മാത്രമാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തംബ്നെയിൽ നമുക്ക് ഇവിടെ വെച്ച് മാത്രമേ എഡിറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ ഓരോ പോർഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ആയിട്ട്. അതിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. 1 സെക്കൻഡ് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് തംബ്നെയിലായിട്ട് എടുത്ത് വയ്ക്കാനും പറ്റുന്നതാണ്. അപ്പം നമുക്ക് അടുത്തത് വരുന്നത് വിസിബിലിറ്റി ആണ്. അതിൽ നമുക്ക് പ്രൈവറ്റ് ആണ് കിടക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് അൺലിസ്റ്റഡ് ആക്കി ഇടാം. പിന്നെ അല്ലാതെ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് ഏത് ടൈമാണോ എപ്പോഴാണോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ടൈം ആ ടൈമിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഷോർട്ട് വീഡിയോയോ ലോങ് വീഡിയോയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ടൈം മാറ്റി അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വ്യൂസ് കയറുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ഓപ്ഷൻ ലൊക്കേഷൻ കൊടുക്കാനാണ്. അത് നമുക്ക് ലൊക്കേഷൻ ഏതാണോ കൊടുക്കേണ്ടത് അത് ആ ലൊക്കേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ വരുന്നത് സെലക്ട് ഓഡിയൻസ് ആണ്. അതിൽ നോ ഓപ്ഷനാണ് ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് റിലേറ്റഡ് വീഡിയോ ആണ്. നമുക്ക് ഇതിൽ ഏത് വീഡിയോ ആണ് റിലേറ്റഡ് ആയിട്ട് തോന്നുന്നത് ആ ഒരു വീഡിയോ നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന വീഡിയോ തന്നെ നമുക്കതിൽ കൊടുക്കാവുന്നതാണ്. ഇത് സെലക്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് കുറച്ചും കൂടെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കാരണം നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിന് അത്യാവശ്യം റീച്ച് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന റിലേറ്റഡ് വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അതിലേക്ക് നമുക്ക് വ്യൂസ് കയറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.
അടുത്ത ഓപ്ഷനാണ് അലോ ഓഡിയോ ആൻഡ് വീഡിയോ റിമിക്സിങ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്സ് വേറെ ആർക്കെങ്കിലും റിമിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഓപ്ഷൻ, നമ്മൾ പെർമിഷൻ കൊടുക്കുന്ന ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ വേണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ അലോ ഓൺലി ഓഡിയോ റിമിക്സ് കൊടുക്കുവാണ്. അപ്പോൾ ഓഡിയോ മാത്രമാണ് റിമിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വീഡിയോയും കൂടെ റിമിക്സ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് ആഡ് പെയ്ഡ് പ്രൊമോഷനാണ്. അപ്പോൾ പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യെസ് ആക്കി ഇടാം. ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അടുത്തത് വരുന്ന ആൾട്ടേർഡ് കണ്ടന്റ് ആണ്. അതിൽ നിങ്ങൾ ആൾട്ടേർഡ് കണ്ടന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതായത് അവിടെ 3 പോയിന്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളുടെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ അതിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ആൾട്ടേർഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നില്ല, നമ്മുടെ സ്വന്തമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളത് നോ കൊടുക്കുക. അടുത്ത ലാസ്റ്റായിട്ട് വരുന്നത് കമൻസ് ആണ്. കമൻസിൽ നമുക്കിവിടെ ഓൺ ആക്കിയിടാനും ഓഫ് ആക്കിയിടാനുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഓൺ ആക്കി ഇടുക, എന്നാലേ നമുക്ക് കമൻസ് ഒക്കെ വരുന്നത് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇത് നമ്മളിതാ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ അപ്ലോഡ് ഷോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നതാണ്. ഇതാ ഇതിൽ കാണിച്ചിരിക്കുന്ന ആ സീ വീഡിയോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ അപ്ലോഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്, റെഡി ടു വാച്ച് എന്നതാണ് നിങ്ങൾക്ക് തന്നെ കാണാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ടാണ്. സ്റ്റുഡിയോ ഇതാ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് കണ്ടന്റ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ തന്നെ നമുക്കിതാ ഇവിടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അതിൽ ഷോർട്സിൽ വ്യൂ ഓൾ കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയും നമ്മൾ ഇപ്പോൾ അൺലിസ്റ്റഡ് ആക്കിയിട്ടിരിക്കുന്ന വീഡിയോയും നമുക്കിവിടെ കാണാൻ പറ്റും. അത് മാത്രമല്ല, നമ്മളിൻ്റെ ബാക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ആ ഫ്രണ്ടിൽ ഷെഡ്യൂൾഡ് ഓപ്ഷനില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും എന്താ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പബ്ലിക് ആക്കാത്ത വീഡിയോസ് നമുക്കവിടെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, നമുക്കവിടെ കാണാൻ പറ്റും. അതിൽ ചെന്നിട്ട് നമ്മൾ എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. എഡിറ്റ് ഓപ്ഷനിൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അത് ഞാൻ കൊടുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ ടൈറ്റിലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഞാൻ ഇവിടെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ടൈറ്റിൽ കൊടുക്കുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കേണ്ടത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചെറുതായിട്ടുള്ള ടൈറ്റിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ 1-2 ഇമോജീസും വെക്കുക. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വ്യൂവേഴ്സിന് നോട്ടിഫിക്കേഷൻ ചെല്ലുമ്പോഴത്തേക്കിനും അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽസ് ആണെങ്കിൽ മാത്രമേ അവർ അതിൽ ക്ലിക്ക് ചെയ്ത് അത് കാണാൻ വേണ്ടിയിട്ട് മെനക്കെടുത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അവർ സ്കിപ്പ് ചെയ്ത് കളയുന്നതാണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ടൈറ്റിൽസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിനും അവർ കുറച്ചും കൂടെ അവിടെ നമ്മളെ ഓഡിയൻസിന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഞാൻ ടൈറ്റിലിൻ്റെ കൂടെ തന്നെ കുറച്ച് #ടാഗ്സും കൂടെ കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ റീച്ചിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ടൈറ്റിൽ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് ഏതാണോ എഫക്റ്റീവായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ #ടാഗ്സ് ഇടുമ്പോഴത്തേക്കും വാരി വലിച്ചൊന്നും ഇടല്. ടൈറ്റിലിൽ 2-3 മാത്രമേ നമ്മൾ #ടാഗ്സ് ടൈറ്റിലിൽ ഇടാൻ പാടുള്ളൂ. കാരണം അതിലൊരു ലിമിറ്റുണ്ട്. 100 ലെറ്റേഴ്സ് മാത്രമേ നമുക്ക് ടൈറ്റിലിൽ കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ടൈറ്റിലും #ടാഗ്സും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷോർട്ടായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കണമെന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് വരുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആണ്. അതിൽ നമുക്ക് ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻസ് നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം. അത് മാത്രമല്ല, നമ്മൾ ഈ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ #ടാഗ്സ് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം വരെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. നമ്മൾ നമ്മുടെ വീഡിയോ കണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള #ടാഗ്സ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റീച്ചിൽ നമ്മുടെ വീഡിയോ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നും കൊടുക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുക്കാം, അതിന് നിർബന്ധമൊന്നുമില്ല. പിന്നെ അടുത്തത് വരുന്നത് വിസിബിലിറ്റി. അതിൽ നമ്മൾ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് തന്നെയായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അൺലിസ്റ്റഡ് ആക്കി തന്നെ ഇടാം. അടുത്തത് ഏറ്റവും താഴെയായിട്ട് വരുന്ന മോർ ഓപ്ഷൻസിൽ അതിലാണ് നമ്മൾ ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ടാഗ്സ്, ഷോർട്സ്, റിമിക്സിങ്, കാറ്റഗറി അങ്ങനെ മോർ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ആഡ് ടാഗ് കൊടുക്കാനുണ്ട്. അതിൽ നമ്മൾ എന്തൊക്കെയാണോ ടാഗ് നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്സ്, വൈറൽ വീഡിയോ, അങ്ങനെയുള്ള നിങ്ങളുടെ വീഡിയോ കണ്ടന്റ് ഏതാണ് ആ കണ്ടന്റിന് ബേസ് ചെയ്തിട്ടുള്ള ടാഗ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ടാഗിൽ കീവേഡ്സ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് എന്ത് സെർച്ച് ചെയ്യുമ്പോഴാണ് വരേണ്ടത് ആ ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ കീവേഡ്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ്സ് മാത്രം നമ്മളിവിടെ കൊടുക്കുക. അല്ലാതെ നമ്മുടെ കണ്ടന്റ് വേറെ ഇവിടെ ടാഗ് വേറെ അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നിലധികം ഒരേപോലുള്ള ടാഗ് വരുമ്പോഴത്തേക്കിനും നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആവത്തുള്ളൂ. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് വേണം
ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കീവേഡും ഹാഷ്ടാഗ്സും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു സെർച്ചിൽ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീഡിയോ ഏത് കാറ്റഗറിയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ എൻ്റർടൈൻമെൻ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോയുടെ കാറ്റഗറി ഏതാണ് അവിടെ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കോമഡി ആണോ, എഡ്യൂക്കേഷൻ ആണോ, മ്യൂസിക് ആണോ, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്തത് വരുന്നത് കമൻസ് ആണ്. ആ കമൻസ് ചിലപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ കമൻസ് ഓട്ടോമാറ്റിക്കലി ഓഫായി പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇടുമ്പോഴത്തേക്കിനും കമൻറ്റ്സ് ഓഫ് ആയി പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് ഓൺ ആക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് വരുന്നത് ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ ആണ്. അത് ഞാനിവിടെ ഓൺ ആക്കി ഇടുന്നുണ്ട്. പിന്നെ വരുന്നത് ഹലോ എംബഡിങ് ആണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വാട്സപ്പിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ വാട്സപ്പിൽ കയറിയിട്ട് നമ്മുടെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും യൂട്യൂബിൽ നേരെ വന്ന് വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അത് ഓഫാക്കി ഇട്ടാൽ മാത്രമേ അത് അങ്ങനെ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർ അത് ഓണാക്കി ഇടുവാണെങ്കിൽ വാട്സപ്പിൽ വെച്ച് തന്നെ അവർ നമ്മുടെ വീഡിയോ പ്ലേ ചെയ്ത് കാണുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യൂ യൂട്യൂബിൽ കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അത് ഓഫ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇത് നമുക്ക് എപ്പോഴാണോ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഒരു ടൈം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ദൂരെ എങ്ങോട്ടെങ്കിലും പോവാണ്, അവിടെ റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ വീഡിയോ എന്നും അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ നെറ്റ് ഓഫ് ആണെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി ഈ വീഡിയോ അപ്ലോഡ് ആവുന്നതാണ്. അതല്ല നമ്മൾ വീഡിയോ ഇപ്പോൾ അൺലിസ്റ്റഡ് ആക്കിയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ പബ്ലിക് കൊടുത്തിട്ട് സേവ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോ പബ്ലിക് ആവുന്നതാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ പബ്ലിക് ആക്കുന്നില്ല കേട്ടോ, അൺലിസ്റ്റഡ് ആക്കി ഇടുവാണ്. കാരണം ഞാൻ ഈ വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ ഷോർട്സ് കറക്റ്റായിട്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണും. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ക്ലിയർ ആയി കാണും. അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ വീഡിയോസിനും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വ്യൂസും കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുള്ളൂ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെന്ന് കരുതുകയാണ്. യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ഇല്ലാതെ എങ്ങനെയാണ് വീഡിയോസിൽ മ്യൂസിക് ആഡ് ചെയ്യുക എന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റി ഒരു അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഓൺ ആക്കിയിടുക, എനേബിൾ ചെയ്തിടുക. എന്നാലേ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.